ആലപ്പുഴയിൽ ആറാട്ടുപുഴയിൽ ഒരു കാർത്യായനി അമ്മ എന്ന് പറയുന്ന ഒരമ്മ പട്ടികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. അതേക്കുറിച്ച് കേരളത്തിൻ്റെ ഒരു മാനവികത നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ചില സൂചനകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാർത്യായനി അമ്മ കൊല്ലപ്പെട്ടത് പട്ടികളുടെ ആക്രമണത്തിലാണെങ്കിലും നമ്മൾ കേരളത്തിലെ മനുഷ്യരുടെ പല തരത്തിലുള്ള നിരുത്തരവാദിത്വവും ആ ഒരു സംഭവത്തിൽ വളരെ പ്രകടമാണ്. വാർത്തയ്ക്ക് പിന്നിൽ നാം കേട്ടത് വീട്ടുകാർ വാതിലടച്ച് ഗേറ്റും പൂട്ടി അമ്മയെ പുറത്താക്കി പോയി എന്നാണ്. വാർത്ത ശരിയാകട്ടെ തെറ്റാവട്ടെ, സമാനമായ നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നിരവധി അമ്മമാർ ആക്രമിക്കപ്പെടുന്ന വീഡിയോകൾ നാം ഈ അടുത്ത് കണ്ടിട്ടുണ്ട്. ചിലയിടത്ത് പിതാക്കന്മാരാണ് ആക്രമിക്കപ്പെടുന്നത്. സ്വത്ത് ചോദിച്ചും കിടന്ന് ചത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോകൾ നാം കണ്ടിട്ടുണ്ട്. അച്ഛന്മാരോട് അമ്മമാരോട് ചോദിക്കുകയാണ്, എത്ര കാലമാണ് ഇങ്ങനെ കിടക്കുക, എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്, ചത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന വളരെയധികം നമുക്ക് കേൾക്കുമ്പോൾ പ്രയാസം തോന്നുന്ന, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടതായ ചില സംഭവങ്ങളാണ് നാം ആ തലത്തിൽ കേട്ടിട്ടുള്ളത്. ഇപ്പോ ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ഒരു വാർഡിൽ ഒരമ്മ ആക്രമിക്കപ്പെടുന്നുണ്ട്. മകളാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മകൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ മകള് പറയുന്നുണ്ട്, മകനല്ലേ സ്വത്ത് മുഴുവൻ കൊടുത്തത്, അവനോടും അവന്റെ ഭാര്യയോടും വന്ന് നോക്കാൻ പറ, ഞാനാണല്ലോ ഇപ്പൊ അടുത്തുള്ളത്, എനിക്ക് സ്വത്ത് തന്നിട്ടില്ലല്ലോ, സ്വത്തൊക്കെ അവർക്കല്ലേ കൊടുത്തത്. എന്നാൽ അതിന്റെ മറുവശം മകൻ അമ്മയെ ആക്രമിച്ച് മർദ്ദിച്ച് പീഡിപ്പിച്ചാണ് സ്വത്ത് കയ്യിലാക്കിയത് എന്നതായിരുന്നു. അതുപോലെ ഞാൻ മറ്റൊരു വീട്ടിൽ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പാലിയേറ്റീവ് പ്രവർത്തകരോടൊപ്പം പോയപ്പോൾ കണ്ട ഒരു കാഴ്ച, 5 ഏക്കറോളം വിശാലമായ ഭൂമിക്ക് മധ്യത്തിൽ ഒരു പഴയ വീട്. ആ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. 2 മക്കളുണ്ട്, 2 പെൺമക്കൾ. 2 പെൺമക്കളെയും അമ്മ ഉയർന്ന വിദ്യാഭ്യാസം നൽകി കെട്ടിച്ചയച്ചിട്ടുണ്ട്. പക്ഷേ അവർ സ്വന്തമായി വീടുണ്ടാക്കി താമസിക്കുകയാണ്. അമ്മയെ കൂടെ കൂട്ടിയിട്ടില്ല. ഈ വിശാലമായ പറമ്പിന് മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ അയൽ വീട്ടുകാർ പോലുമില്ല. ആ മധ്യത്തിൽ ഒരു പഴയ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. ഒരു വീട്ടിൽ ഒരു ഫാൻ പോലും ഇല്ല എന്നതാണ് ദയനീയമായ അവസ്ഥ. കൊടും ചൂടിലും ആ ഓടിട്ട വീടിനടിയിൽ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സ്വത്തൊക്കെ മക്കൾ ഷെയർ ചെയ്തെടുത്തിട്ടുണ്ട്, മക്കൾ പങ്കിട്ടെടുത്തിട്ടുണ്ട് ആ സ്വത്തൊക്കെ. അമ്മയ്ക്കൊന്നുമില്ല, അമ്മയ്ക്ക് പിടിച്ചു വെക്കാനുള്ള അധികാരങ്ങളില്ല, അമ്മയ്ക്ക് ഒരു നിസ്സഹായയാണ് ആ അമ്മ. അതുപോലെ മറ്റൊരിടത്ത് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പോയപ്പോൾ കണ്ട മറ്റൊരു കാഴ്ച, ഒരു വീടിന്റെ പിറകിൽ ഒരു ഷെഡ് കെട്ടിയിട്ട് അതിനകത്ത് അമ്മയെ കിടത്തിയിട്ടുണ്ട്. അത് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത്. അത് വാർത്തയായി പിന്നീട് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ആ വീട്ടുകാർ പറഞ്ഞത്, ആ വീട്ടിലെ മരുമകൾ പറഞ്ഞത്, അങ്ങനെ ഒരാളില്ല. പക്ഷെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. മനുഷ്യ മാംസത്തിന്റെ ഒരു തരത്തിലുള്ള ദുർഗന്ധം ആ വീടിന് പരിസരത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ വീടിന്റെ ചുറ്റുഭാഗത്തും വീടിന്റെ അകത്തേക്ക് നോക്കാൻ വേണ്ടിയാണ്, വീട്ടിലേക്ക് കയറാൻ ആ മരുമകൾ സമ്മതിക്കാത്തതുകൊണ്ട് അകത്തേക്ക് നോക്കാൻ വേണ്ടി ചുറ്റുഭാഗത്തും ആരോഗ്യ പ്രവർത്തകർ വളരെ തന്ത്രത്തിൽ പോയപ്പോ വീടിന് പിറകുവശത്ത് ഷെഡ് കെട്ടിയിട്ട് അമ്മയെ കിടത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടിയിട്ട് ദിവസങ്ങളായ പോലെ ഉണ്ട്. കൈയിന്റെ മടക്കി പിടിച്ച വിരലുകൾക്കിടയിലും അത് നിവർത്തി നോക്കിയപ്പോൾ, അതുപോലെ കൈകൾ നിവർത്തി നോക്കിയപ്പോൾ ഓരോ ജോയിന്റിലും പുഴുക്കൾ ഉണ്ടായിരുന്നു. അമ്മയെ ജീവനുള്ള ശരീരത്തിൽ പുഴുക്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിൽ ഒരു ഉറുമ്പരിച്ചാലുള്ള വേദന, പ്രയാസം ഒന്ന് ആലോചിക്കണം. അത് എടുത്ത് കളയുന്നത് വരെ നമുക്ക് രോമങ്ങൾക്കിടയിലൂടെ ഈ ഉറുമ്പരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം.
എന്നാൽ ഇത് പുഴുക്കൾ, മാംസത്തിനിടയിലൂടെ പുഴുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മകൾ അമ്മയോട് ചോദിക്കുന്നു, എനിക്ക് സ്വത്ത് ഒപ്പിട്ട് തരില്ലേ, എനിക്ക് ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുന്ന മറ്റൊരു വീഡിയോ നാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനോടൊപ്പം ഇടുന്ന ഒരു വീഡിയോ മരുമകള് അമ്മയെ ആക്രമിക്കുന്നതായിട്ടാണ്. അമ്മയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ചിലരൊക്കെ അമ്മയെ നോക്കാൻ സെർവൻസിനെ വെച്ചു പോയാൽ, നെയ്സുമാരെ, ഹോം നെയ്സുമാരെ വെച്ചു പോയാൽ പിന്നീട് ക്യാമറയൊക്കെ വെക്കുന്ന ചിലതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മമാർ ആക്രമിക്കപ്പെടുന്നു. അമ്മമാർക്ക് മക്കളുടെ സാന്നിധ്യം അനിവാര്യമായി ലഭിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഫലമൊന്നുമില്ല മക്കളെ, ഞാൻ ഒരുപാട് ഭാരപ്പെട്ടു വളർത്തിയതാ എല്ലാവരെയും. ഇപ്പൊ ആരുമില്ലാതായ മക്കളെ. 87-കാരിയായ അമ്മ നെഞ്ചുകൊട്ടി പറയുകയാണ്, ഞാൻ നൊന്തു പ്രസവിച്ച 8 പേരും ഇത്രയും മനസ്സാക്ഷിയില്ലാത്തവരോ. മക്കളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവർ സന്തോഷിക്കും. മക്കളും മരുമക്കളുമാണ് അമ്മമാർക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകൾ. അമ്മമാരുടെ തൊട്ടടുത്ത് മക്കളുണ്ടാവുക, മക്കൾ, മരുമക്കൾ, അതുപോലെ മക്കളുടെ മക്കളൊക്കെ ഇവരുടെ ചുറ്റുഭാഗത്ത് ഇരുന്ന് കളിക്കുകയും ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുക എന്നതിനേക്കാൾ വലിയൊരു സേവനം അവർക്ക് നൽകാനുണ്ടാകില്ല. ഇക്കാര്യം മനസ്സിലാക്കാൻ കേരളീയ സമൂഹത്തിന് ആവശ്യമായ വിദ്യാഭ്യാസവും അവബോധവും ഇല്ല എന്നാണോ? അല്ലെങ്കിൽ ഈ അമ്മമാരെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നിയമം, കർശനമായ നിയമനിർമ്മാണത്തിനുള്ള രാഷ്ട്രീയ അവബോധം കേരളത്തിലെ പൊതുജനങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇല്ല എന്നാണോ? എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായി അമ്മമാർ ആക്രമിക്കപ്പെട്ടിട്ടും കേരളത്തിൽ ഒരു അവബോധം ഇല്ലാതെ പോകുന്നത്, അതിനെക്കുറിച്ച് ഒരു ചർച്ചയില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഈ അമ്മമാരുടെ ചെറുപ്പകാലത്തിലെ കഷ്ടപ്പാടുകളാണ് ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇത്ര വലിയ വിദ്യാഭ്യാസവും അവബോധവും ഒക്കെ ആവശ്യമുണ്ടോ? ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉമ്മമാരോട് വളരെ മോശമായ ഒരു ശബ്ദം പോലും എന്ന വളരെ നിസ്സാരമായ, അവരെ അവമതിക്കുന്ന ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ പാടില്ല. അവരെ തുറിച്ചു നോക്കാൻ പാടില്ല. അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല. അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാം, അവരെ ഉപദേശിക്കുക, അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക, അതൊന്നുമല്ല പറയണത്. എന്നാൽ അവരെ മാനസികമായി പീഡിപ്പിക്കുമ്പോൾ, ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അച്ഛനോട് മകൾ പറയുകയാണ്, കൊല്ലും ഞാൻ, ഒപ്പിട്ട് തന്നിട്ടില്ലേ കൊല്ലും ഞാൻ. പിന്നെ കൊല്ലേണ്ടതില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയോടോ അച്ഛനോടോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊല്ലേണ്ടതില്ല. അവിടെ ആ അച്ഛൻ മരിച്ചു കഴിഞ്ഞു, ആ അമ്മ മരിച്ചു കഴിഞ്ഞു. സ്വന്തം മകളിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന്, മകനിൽ നിന്ന് ഇത്തരം സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ ആ അച്ഛൻ, ആ വാപ്പ, ആ ഉമ്മ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരോട് അത്ര മോശമായി പറയരുത്. അത് നമുക്ക് നേരെ നമ്മുടെ മക്കൾ പറയുമ്പോഴായിരിക്കും അതിന്റെ വേദനയും പ്രയാസവും നമ്മൾ അനുഭവിക്കുക. അത് ഓരോ മനുഷ്യനും, ആയുസ്സുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയല്ലേ വാർദ്ധക്യം എന്ന് പറയുന്നത്. വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അത് പ്രായം കൊണ്ട് മാത്രം നിശ്ചയിക്കപ്പെടുന്നതല്ല. പ്രായവും അനാരോഗ്യാവസ്ഥയും അതുപോലെ തന്നെ പരിഗണിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയും വാർദ്ധക്യത്തിന്റെ ലക്ഷണമാണ്. അവർ ചെല്ലുന്നിടത്ത് അവർ പ്രസക്തരല്ല എന്ന് അവർക്ക് തോന്നുന്നു. അവരെ മക്കൾ സംസാരത്തിൽ കൂട്ടാതെ പോകുന്നു, യാത്രകളിൽ കൂട്ടാതെ പോകുന്നു. അതുപോലെ പല ഫംഗ്ഷനുകളിലും അവരെ മാറ്റി നിർത്താൻ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒറ്റപ്പെടൽ, വലിയ വേദനയായിരിക്കും അപ്പം അനുഭവിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള മാനവികത കേരളത്തിന് നഷ്ടപ്പെടുകയാണോ? നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കേരളത്തിൽ ശക്തമായ നിയമനിർമ്മാണം നടക്കേണ്ടതുണ്ട്. അമ്മമാർ പീഡിപ്പിക്കപ്പെടുന്നതിന് വളരെ വലിയ പണിഷ്മെന്റ്, ജീവപര്യന്തം പോലുള്ള വളരെ കഠിനമായ ശിക്ഷ നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. ഇന്നത്തെ കേരളത്തിന്റെ പോക്ക് കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാകുന്നത്. അതിന് കേരളത്തിൽ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ രംഗത്ത് വരേണ്ടതുണ്ട്. അവർ അത്തരം പ്രചാരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക്
ഈ അമ്മമാരുടെ ആവശ്യങ്ങളെക്കുറിച്ച്, അവരുടെ വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച്, അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. കേരളത്തിന് വിദ്യാഭ്യാസത്തിന് കുറവില്ല, കേരളത്തിൽ സമ്പത്തിന് കുറവില്ല, സൗകര്യങ്ങൾക്ക് കുറവില്ല. അതുപോലെ ലോകോത്തരമായ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. രാഷ്ട്രീയമായി നമ്മൾ വലിയ അവബോധമുള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടെ നാം കേരളീയ സമൂഹം ചർച്ച ചെയ്യുകയും പരിഹാരം കാണുകയും ചെയ്യേണ്ടതുണ്ട്. അത് മറ്റെന്തിനേക്കാളും വളരെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റൊരു വിഷയം കൂടെ പറയാനുള്ളത്, കേരളം ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പാൻറ്റും കുപ്പായവും, ആണുങ്ങളിടുന്ന വസ്ത്രം പെണ്ണുങ്ങൾ ധരിക്കുന്നതാണ് അത്ര ജെൻഡർ ന്യൂട്രാലിറ്റി. ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായും, രണ്ടും വ്യത്യസ്തമായ ശാരീരിക ഘടനകളും മാനസിക നിലവാരവും വൈകാരിക തലങ്ങളും ഉള്ള വ്യക്തികളായിട്ട് കണ്ട് രണ്ട് മാനവിക കർമ്മങ്ങൾ, മാനുഷിക ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള വ്യക്തികളായി കണ്ട് രണ്ടിനെയും രണ്ടിന്റെ പൊസിഷനിൽ കാണുന്നതല്ലേ യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത്? അതല്ലേ അവർ അർഹിക്കുന്നത്? ഒരുപക്ഷെ പുരുഷന് സഹിക്കാൻ കഴിയുന്ന അത്രയും ശാരീരിക കായികമായ പ്രയാസങ്ങൾ സഹിക്കാൻ ചിലപ്പോൾ സ്ത്രീക്ക് സാധിച്ചോളണമെന്നില്ല. അതുപോലെ ഒരു സ്ത്രീയുടെ വൈകാരികമായ ക്ഷമയുടെ ഒരു പരിധി, ആ പരിധിയോളം ചിലപ്പം അച്ഛന് സാധിച്ചോളണമെന്നില്ല. രാത്രി 3-4 തവണ ഉണർന്നിട്ടാണ് അമ്മ കുഞ്ഞിനെ ചെറുപ്പത്തിൽ പരിപാലിക്കുന്നത്. അത് മൂത്രമൊഴിക്കാൻ വേണ്ടി, മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നതിന് വേണ്ടി. അത് ചിലപ്പം മേലാകാം, പുതപ്പിലാകാം, ബെഡിലാകാം, എവിടെയായാലും അമ്മയ്ക്കൊരു പ്രശ്നമില്ല. ഏത് സമയത്തായാലും, അത് രാത്രി എത്ര തവണയായാലും അമ്മയ്ക്കൊരു പ്രശ്നമില്ല. അത് അച്ഛന്റെ മേലാണെങ്കിൽ അച്ഛന് ചിലപ്പോൾ അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അച്ഛൻ അങ്ങനെ അത്രയും തവണ ഉറക്കൊഴിയുക എന്ന് പറഞ്ഞ് രാത്രി ചിലപ്പോൾ 3-4 തവണ ഉണരേണ്ടി വന്നാൽ ചിലപ്പോൾ അച്ഛന്മാർ മാറിക്കിടക്കും, അമ്മ ഒരിക്കലും മാറിക്കിടക്കില്ല. അതുപോലെ തന്നെ ഈ കുട്ടികൾ മുതിർന്നു വരുന്നതിനനുസരിച്ച് അവർ പല വികൃതികളും കാണിക്കും. അവർ മരത്തിൽ കയറാൻ ശ്രമിക്കും, അവര് കട്ടിലിൽ നിന്ന് വീഴാൻ പോകും, അവര് റോട്ടിലേക്ക് ഓടാൻ ശ്രമിക്കും, അപകടകരമായ പല പ്രവണതകളും അവർ കാണിക്കും. അപ്പോഴൊക്കെയും ഒരു കണ്ണ് എപ്പോഴും ഈ കുഞ്ഞിന്റെ മേല് നിലനിർത്തിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വളർന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? അവരുടെ കഷ്ടപ്പാടുകൾ വിലമതിക്കപ്പെടേണ്ടതില്ലേ? അതുകൊണ്ടാണ് അവരുടെ കാലിനടിയിൽ സ്വർഗം എന്നൊക്കെ പറയണത്, അങ്ങനെ ഖുർആൻ പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ അത് എല്ലാ മതക്കാർക്കും ബാധകമാണ്. ചില ജനവിഭാഗങ്ങൾ യാതൊരു കൂസലും ഇല്ലാതെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇവരെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടാണ്. ഒരിക്കലും ഒരു വൃദ്ധസദനത്തിൽ ചെന്നപ്പോ, വൃദ്ധ സംരക്ഷണ കേന്ദ്രമാണ്, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായി നോക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് കേൾക്കാൻ പറ്റിയ ഒരു സംഗതി എന്ന് പറയുന്നത്, അമ്മ പറയുകയാണ്, ആരും വരാനില്ല, ഒന്നും പ്രതീക്ഷിക്കാനില്ല, വല്ലാത്ത വിഷമത്തിലാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരം പോക്കിന് ഒരു മാർഗവുമില്ല, രാത്രിയായാൽ ഉറക്കം വരുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരമ്മ പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, ഒരമ്മ ഇങ്ങനെ ആഗ്രഹിക്കേണ്ട അവസ്ഥയിലേക്ക്. അതുപോലെ ഒറ്റക്കുട്ടിയായ ചില അമ്മമാര് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആരും വരാനുമില്ല, എങ്ങോട്ടും പോകാനുമില്ല. മോന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അവർ പരിഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഫുൾ ടൈം ഈ മോൻ തന്നെ അച്ഛനെയും അമ്മയെയും നോക്കിക്കൊണ്ടിരിക്കണം. രണ്ടുപേരും കിടപ്പിലാണ്, രണ്ടുപേർക്കും കാര്യമായിട്ടൊന്നും സംസാരിക്കാനില്ല. അപ്പൊ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാനുള്ള അവസരമൊന്നും അവർക്കുണ്ടാകില്ല, മക്കൾക്കുണ്ടാകില്ല. മക്കൾ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഈ ഒറ്റയ്ക്ക് ഒരു മകൻ മാത്രമാകുക, ഒരു മകൾ മാത്രമായി തീരുക, അല്ലെങ്കിൽ 1-2 പേർ മാത്രമാവുക എന്നതും ഒരു സാമൂഹിക ദുരന്തം തന്നെയാണ്. മക്കൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മകൻ ഉണ്ടാകുന്നത് ശരിയാണെങ്കിൽ 2 മകൻ ഉണ്ടാകുന്നതും 3 മകൻ ഉണ്ടാകുന്നതും 4 മകൻ ഉണ്ടാകുന്നതും ഒക്കെ ശരിയാണ്. കടലിലൊന്നും ആരും കുടുംബാസൂത്രണം നടത്തിയിട്ടല്ലല്ലോ ജീവികൾ ജീവിച്ചു പോകുന്നത്. കാട്ടിലും അങ്ങനെയല്ല. അപ്പോ മനുഷ്യരെ മാത്രം ആരോ ആസൂത്രണം നടത്തിയാൽ മാത്രമേ മനുഷ്യന് ജീവിച്ചു പോകാൻ കഴിയുള്ളൂ എന്നതൊക്കെ വ്യർത്ഥമായ വാദങ്ങളാണ്. മനുഷ്യരുടെ എണ്ണം ഉണ്ടാകണം, ആവശ്യത്തിന് എണ്ണം ഉണ്ടാകണം. നേരത്തെ അങ്ങനെ എണ്ണം പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതും മാതാപിതാക്കൾ വലിയ ദുരിതത്തിലേക്ക് പോകാൻ കാരണമാകുന്നുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിലെ മാതാപിതാക്കളായിരിക്കും അതിന്റെ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരിക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ
എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമായി കണ്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ കേരളത്തിലെ രാഷ്ട്രീയക്കാരും അതുപോലെ സാമൂഹിക പ്രവർത്തകരും സന്നദ്ധ സേവകരും ഒക്കെ മാധ്യമ പ്രവർത്തകരും എല്ലാം ചർച്ച ചെയ്തിട്ട് ഉടനടി ഒരു പരിഹാരം ഈ മാതാപിതാക്കൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ സമയത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. താങ്ക് യു.